നാമം മഹത്വപ്പെടട്ടെ. പ്രിയരെ, ദൈവത്തിന് നമ്മോടിന്ന് സംസാരിക്കുവാനായിട്ടുള്ളത് ആരാണ് യഥാർത്ഥ സാക്ഷി? സാക്ഷിയാകാൻ നാം റെഡിയാണോ? നമുക്കൊരു വേദഭാഗം വായിച്ചിട്ട് ആരംഭിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം അതിൻ്റെ 10 വാക്യം. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. ഈ വേദഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തുകയാണ്. ആ ഇഷ്ടം നിറവേറ്റിയത് പുത്രനെ, ഏകജാതനായ പുത്രനെ, ആദ്യജാതനായ പുത്രനെ കഷ്ടം വരുത്തി തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചത് തകർത്ത് കളഞ്ഞിട്ടാണ്. നാം ഓരോ മക്കളും യേശു എന്ന തലയോളം സകലത്തിലും വളരേണ്ടവരാണ്. യേശു എന്ത് ചെയ്തോ, യേശു എന്ത് പറഞ്ഞോ, ആ യേശുവിനെ അനുഗമിച്ച് യാത്ര ചെയ്യേണ്ടവരാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമ്മെ തകർത്ത് കളയുമ്പോൾ ദൈവത്തിന് നമ്മിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തെടുക്കുവാൻ തകർത്ത് കളയലിൻ്റെ അവസ്ഥ വരുമ്പോൾ നാം ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാൻ റെഡിയാകുമോ? ആ ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരുവാനായിട്ടാണ് പിതാവാൻ ദൈവത്തിന് ആഗ്രഹം. അതിനാണ് യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് നമ്മെ ഔവണ്ണം പണിത് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവസാനത്തോളം സഹിച്ചു നിന്ന് മരണപര്യന്തം വിശ്വസ്തനായ, പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിന്ന് ജയമെടുത്ത ആ ജയാളിയായ ക്രിസ്തു യേശുവിൽ ചാരി, ആ ക്രിസ്തുവിൽ നമുക്കും സകലത്തിനും ജയം നൽകുവാൻ ദൈവം പ്രാപ്തനാണ്. ആ ഒരു സാക്ഷ്യം ദൈവത്തോട് പുത്രനുണ്ട്. ആ സാക്ഷ്യം നമ്മിലൂടെ നിറവേറ്റുവാൻ തക്കവണ്ണം നമുക്കറിയാം, കോതമ്പ് മണി നിലത്ത് വീണ് ചത്തില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തോ എങ്കിലോ വളരെ വിളവുണ്ടാകും. അപ്പോൾ വിളവിന് കാക്ഷിക്കുന്ന ഒരാൾ, ഫലങ്ങൾ പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ദൈവത്തിൻ്റെ യഥാർത്ഥ സാക്ഷിയായിരിക്കും. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന ആ യഥാർത്ഥ സാക്ഷി ആരാണ് എന്ന് നമുക്ക് ചില വചന സത്യത്തിലൂടെ വെളിപ്പെടുത്തുന്ന കാര്യമാണ് നമ്മെ ഇപ്പോൾ പിതാവായ ദൈവം ഓർമ്മപ്പെടുത്തുന്നത്. ഒരാൾ ദൈവത്തിനായി തൻ്റെ ജീവനെ ഒഴുക്കിക്കളയുമോ? അവരാണ് സാക്ഷി. ജീവിതത്തിൽ എന്തു വന്നാലും, ഏത് വന്നാലും, എപ്പോൾ വന്നാലും ദൈവത്തിന് വേണ്ടി ഒരാൾ തകരാൻ റെഡിയായാൽ അയാളാണ് സാക്ഷി. അറുപ്പാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതിരുന്ന് ക്രിസ്തുവിൽ ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കുന്നവരാണ് യഥാർത്ഥ സാക്ഷി എന്ന് വിളിക്കപ്പെടുന്നത്. ദൈവത്തിന് വേണ്ടി എന്തും ഏതും ആകാൻ തയ്യാറുള്ളവർ, ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിയാകാൻ തയ്യാറുള്ളവർ, ജീവനെ തകർത്ത് കളയുവാൻ മനസ്സ് വച്ചവർ, ജീവൻ പോയാലും കർത്താവിന് വേണ്ടി വില കൊടുത്തു നിൽക്കുന്നവർ, അവരാണ് യഥാർത്ഥ സാക്ഷി.
ജീവൻ പോയാലും ആത്മമണ്ഡലത്തിൽ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും മാത്രമേ നമുക്ക് പോരാട്ടമുള്ളൂ. ആത്മാവിൽ യുദ്ധം ചെയ്ത് പോരാടി ജയമെടുത്ത് ദൈവരാജ്യം അവകാശമാക്കുന്നവർ, അവരാണ് യഥാർത്ഥ സാക്ഷി. യേശു കർത്താവ് എനിക്ക് വേണ്ടി തന്ന ജീവൻ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ റെഡിയാണ്. അവരാണ് യഥാർത്ഥ സാക്ഷി. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ളതാണ്. എൻ്റെ ഇഷ്ടം വേണ്ട പപ്പയുടെ ഇഷ്ടം തന്നെ എന്നിൽ നിറവേറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ? 1 യോഹന്നാൻ 3:9 പറയുന്നത് പോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ വിത്ത് അവനിലുണ്ട്. അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. പാപം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാകുന്ന ഒരു സിറ്റുവേഷൻ, ആ ഒരു മാതൃക യേശുവിനെ അനുഗമിച്ച് യാത്ര ചെയ്യുന്നവർക്കുണ്ട്. ആ ഒരു ജീവിതമാണ് യഥാർത്ഥ സാക്ഷ്യം വെളിപ്പെടുത്തുന്നത്. ഒരിക്കലും ഒരിടത്തും തെറ്റിപ്പോകാത്ത, ഒരിടത്തും വീണു പോകാത്ത, ഒരിടത്തും പതറിപ്പോകാത്ത ആ ജയാളിയായ യേശുവിനെ തന്നെ നാം അനുഗമിക്കണം. പപ്പ എന്നെ സമ്പൂർണ്ണമായി യാഗമാക്കുന്നു. പപ്പ എന്നെ തകർത്ത് കളയണമേ. പപ്പ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് ആർക്ക് പ്രാർത്ഥിക്കാം? പ്രാർത്ഥനയോടുകൂടെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാമോ? നമ്മെ തന്നെ മുഴുവനായിട്ട് പണിത് ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം ദൈവ കുടുംബത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ശക്തനായ സ്വർഗസ്ഥ പിതാവിൻ്റെ കരങ്ങളിൽ യേശുക്രിസ്തു മൂലം നമ്മെ സമർപ്പിക്കാമോ? നമുക്ക് സമർപ്പണത്തോടെ ഓരോ നിമിഷവും ആയിരിക്കാം. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. എന്നെ ആളുമാറ്റിയ, എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ, പാപം ചെയ്യാൻ കഴിയാത്ത വ്യക്തിയാക്കി മാറ്റിയ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ഒഴുക്ക് കണ്ട് കേട്ട് അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അവിടേക്ക് ഷാജി പാസ്റ്റർ ടീമും നടത്തുന്ന മനുഷ്യരക്ഷാ ധ്യാനത്തിലേക്ക് നിങ്ങളെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കോൺടാക്റ്റ് നമ്പർ ചുവടെ ചേർക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ഒരു ഗാനം കേൾക്കാം. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻ ഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാനറിയുവാൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാനറിയുവാൻ. എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം, നിന്യമാണെനിക്ക് ലോകലാവണ്യം.
എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം നിൻഹിതമാണെന്ന് ഞാൻ അറിയുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. യേശുക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. യേശുക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ, ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത ഏകണേ പ്രിയ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ, എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ എന്നെ സമ്പൂർണ്ണമായി യാഗമാക്കുന്നു. എന്നെ സമ്പൂർണ്ണമായി യാഗമാക്കുന്നു. എന്നെ സമ്പൂർണ്ണമായി യാഗമാക്കുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ.